ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് 24 ഡിസംബർ, ക്രിസ്മസ് തലേന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും ഒതുക്കിയേച്ച് 24-ാം തീയതി ആകുമ്പോൾ വെറുതെ ഇരിക്കണമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. തലേന്ന് തന്നെ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ക്യാരമലൈസ് ചെയ്തൊക്കെ വെച്ചു. ഷുഗർ ക്യാരമലൈസ് ചെയ്തു. അതിൽ നട്ട്സും പിന്നെ ഉണക്കമുന്തിരിയും എല്ലാം ഇട്ട് വെച്ചേക്കുന്നതായി കാണുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ വാടകയ്ക്ക് വന്നേക്കുന്നത് അതിൽ പ്രവീണ മള്ളിൽ താമസിക്കുന്ന പുള്ളിക്കാരിയാണ്. പ്രവീണ കേക്കും കുക്കീസും ഒക്കെ ഒത്തിരി ഉണ്ടാക്കുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു 2-3 ആഴ്ച മുന്നേ പുള്ളിക്കാരി ആദ്യമായിട്ട് പ്ലം കേക്ക് ട്രൈ ചെയ്തപ്പം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നായിരുന്നു. അപ്പം അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്കൊരു ഓൺലൈനായിട്ട് ബേക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. ഓർഡർ എടുത്ത് ബേക്ക് ചെയ്തൊക്കെ കൊടുക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഒരു പ്ലം കേക്ക് ഫസ്റ്റ് ടൈം പുള്ളിക്കാരി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കൊണ്ടുവന്നു. നല്ല ടേസ്റ്റായിരുന്നു. അന്നേരമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ അച്ചാച്ചിയും പണ്ട്, അച്ചാച്ചി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിരം പണി എന്ന് വെച്ചാൽ പ്ലം കേക്ക് ഉണ്ടാക്കുക, വൈൻ ഉണ്ടാക്കുക, ആ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആകുമ്പോൾ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അന്നേരം ബീറ്ററും അങ്ങനത്തെ സാധനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി ഇരുന്ന് കൈകൊണ്ട് കുഴയ്ക്കുക ചെയ്തുകൊണ്ടിരുന്ന വലിയ ബേസിൽ. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നതാണേലും അങ്ങനെ ഒരു ഇടക്കാലത്ത് നമ്മൾ OTG ഓവൻ മേടിച്ചിരുന്നു. അതിനും നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തന്നെ കൂടെ, സ്റ്റൗവിൻ്റെ കൂടെ തന്നെ ഓവനൂടെ ഉള്ള മോഡലുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ ഗ്യാസ് സ്റ്റൗ ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതിലായിരുന്നു കേക്കൊക്കെ ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചോദിച്ചു വന്ന് മേടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ, പ്രവീണയുടെ കേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു, ഷടാ നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അത്രയ്ക്ക് അതുപോലെ അച്ചാച്ചിയുടെ ആ ഒരു ഇതൊക്കെ എനിക്ക് അങ്ങ് ഓർമ്മ വന്നിട്ട് ഒരു ആവേശത്തിന് ഞാനങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ 2 കേക്ക് ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഒന്ന് ഇപ്പോൾ വീട്ടിലും കൊടുക്കാം, ഒന്ന് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വളരെ മയത്തിലാണ് ഞാൻ ആലോചന തുടങ്ങിയത്. അപ്പം ഇവിടെ നമ്മൾ വന്നിട്ട് 2 വർഷം ആവുന്നു. അപ്പം കഴിഞ്ഞ വർഷം ക്രിസ്മസിന് നെയ്ബേഴ്സിനെല്ലാം നമ്മൾ പ്ലം കേക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുമല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണ് ക്രിസ്മസ് ആയതുകൊണ്ട്. അന്നേരം വിജു പറഞ്ഞു, കേക്ക് ഉണ്ടാക്കുന്ന സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. വിജു പറഞ്ഞു, അപ്പോൾ പുറത്തേക്ക് നമ്മൾ വേറെ മേടിക്കണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് പുറത്ത് അപ്പുറം കൊടുക്കുന്നതും കൂടെ നമുക്കങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സാഹസം ഞാനങ്ങ് ചെയ്തു. അന്നേരം റെസിപ്പിയൊക്കെ തപ്പിയെടുത്തത് മിയാ കിച്ചൻ്റെ റെസിപ്പിയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ മിയാ കിച്ചൻ്റെ റെസിപ്പി നോക്കിയിട്ട് അതിൻ്റെ 8 ഇരട്ടി, അത് 1 കപ്പ് വെച്ചിട്ടുള്ള റെസിപ്പീസായിരുന്നു, അതിൻ്റെ 8 ഇരട്ടി ഐറ്റംസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഗ്രാം വേണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ബിജുവിനെ പറഞ്ഞു വിട്ടു. 23-ാം തീയതി സാധനമൊക്കെ വൈകിട്ട് തന്നെ വീട്ടിലെത്തി. പിന്നെ രാത്രി ഇരുന്ന് കാരമലൈസ് ചെയ്യുന്ന പരിപാടിയും എല്ലാം ഞാൻ പകുതിയോളം ചെയ്തു വെച്ചു. ഇന്ന് രാവിലെ തൊട്ട് അതിൻ്റെ അടുത്ത പരിപാടി തുടങ്ങണം. അപ്പോൾ അതാണ് നമ്മളുടെ ക്രിസ്മസ് തലേന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വെറുതെ ഇരുന്നാൽ മതിയെന്ന് അവസാനം എനിക്ക് തോന്നിപ്പോയ ഒരു പരിപാടിയാണ്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ എണീറ്റു, പല്ല് തേച്ചു, പിന്നെ ചായ പോലും കുടിക്കാതെയുള്ള പരിപാടിയാണ്. ഞാൻ ഏതാണ്ട് 9 മണി വരെ ഈ കേക്കിൻ്റെ പുറയായിരുന്നു. ആരും എണീറ്റില്ല. അപ്പം കണക്കൊന്നും തെറ്റിപ്പോകാതിരിക്കുന്ന 1, 2, 3 പ്രാവശ്യമൊക്കെ അളന്നും മുറിച്ചുമൊക്കെ ഞാൻ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി. 9 മണി അല്ല 8:45, 9 മണി ആയപ്പോഴത്തേക്കും ഫസ്റ്റ് സെറ്റ് കേക്ക് ഞാൻ ഓവനിലേക്ക് വെച്ചു.
ഇന്ന് എനിക്കിനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. കട്ലറ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോത്തിറച്ചി ഇന്നലെ തന്നെ ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റിച്ചെടുത്തിട്ട്, വെന്തിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. പിന്നെ കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലത്തെ പരിപാടിയാണ്. ഇനി ഇതെല്ലാം ഇന്ന് തന്നെ സെറ്റാക്കിയിട്ട് വേണം അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കേക്ക് റെഡിയായി. കുറച്ചിങ്ങനെ വിണ്ട് കീറിയിട്ടാണ് വന്നത്. ഞാൻ ഇടയ്ക്ക് തുറന്നു നോക്കാനൊന്നും പോയില്ല. കറക്റ്റ് വീഡിയോയിൽ പറഞ്ഞ സമയം തന്നെ വെച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ആദ്യത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും ശരിക്കും പറഞ്ഞാൽ അകം വെന്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വിഷമിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടിപ്പോയായിരുന്നു ഞാൻ ഒഴിച്ചത്. കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് വെച്ചിട്ട് പിന്നെ എൻ്റെ ഓവനിൽ 170 ഡിഗ്രിയിൽ 40 മിനിറ്റ് എന്നുള്ളതിന് പകരം 170 ഡിഗ്രിയിൽ 55 മിനിറ്റ് വെച്ചിട്ടാണ് കറക്റ്റായത്. അത് 2-3 ട്രയൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ രാവിലെ ആനിയമ്മ എണീറ്റ് വന്ന് കേക്കൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കൊന്നും ഈ പ്ലം കേക്കിനോട് വലിയ താല്പര്യമില്ല. അന്നയ്ക്കാണേലും ആനിക്കാണേലും പ്ലം കേക്ക് വലിയ താല്പര്യമില്ല. അവൾക്ക് ഇഷ്ടം ഈ ചോക്ലേറ്റ് കേക്കും അതുപോലുള്ള ന്യൂ ജനറേഷൻ കേക്കുകളാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഓടി നടന്നിട്ട് ഓരോരോ സെറ്റ് കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അടുക്കളപ്പണി ഒന്നും തന്നെ നടന്നില്ല. ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ വെച്ചത് തന്നെ 11 മണി 11:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ. കാരണം ഈ കേക്ക് ആദ്യത്തെ 2-3 സെറ്റ് ശരിയാവാതെ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു. ഒത്തിരി അങ്ങ് വിഷമിച്ചു പോയി. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സംഭവം വിണ്ടുകീറി ഇരിക്കുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ അകം വെന്തില്ലേ പിന്നെ ഇത് കൊടുക്കാനുള്ളതല്ലേ, നമുക്ക് കഴിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ വയ്ക്കും, എടുക്കും, പിന്നെ ഒന്നും കൂടെ വയ്ക്കും. പിന്നെ ഞാൻ ആലോചിച്ച് വേവാത്തൊക്കെ നമുക്ക് ഏറ്റവും അവസാനം മൈക്രോവേവിലിട്ട് ഒരു 10 മിനിറ്റ് മൈക്രോവേവിൽ വയ്ക്കാം. ഇതിപ്പം അല്ലാതെ ബേക്ക് ചെയ്യുവാണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇപ്പം ഉള്ള പരിപാടി എന്ന് പറയുന്നത്. സമയം 1:30 ഇങ്ങനെ തേരാപ്പാര നടന്ന് 1:30. അന്നേരം ചോറ് മാത്രമേ ആയിട്ടുള്ളായിരുന്നു, കറി ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു പുറത്തുനിന്ന് കറി മേടിക്കാം. പിന്നെയും ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മുടെ ഫാം ഫ്രഷ് ചീര കുറച്ച് നിപ്പുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ചീരയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒരു ഉടായ്പ് ചീര തോരൻ എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ചീര തോരൻ റെഡിയാക്കി. പിന്നെ ഒരു പരിപ്പ് കറിയും കൂടെ വെച്ചു. പരിപ്പ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ സാമ്പാർ പരിപ്പ് ഒന്ന് വേവിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട്, മഞ്ഞൾ ഇടാറില്ല, ഉപ്പിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് സവോള വഴറ്റി, കടുക് താളിച്ച് സവോള വഴറ്റി ഇച്ചിരി മുളക് പൊടി ഇട്ട് അങ്ങോട്ട് ഒരു ചാറുകറി പോലെ അങ്ങ് ആക്കി വയ്ക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറിയും ചീരത്തോരനും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയുണ്ട്. ഒരു 2 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഊണ് റെഡിയായി. പക്ഷെ കഴിക്കാൻ പറ്റിയത് ഒത്തിരി സമയത്തിന് ശേഷമാണ്. ഞാൻ ഒന്ന് പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഊണ് കഴിക്കാനായിട്ട് പിന്നെ ഇരുന്നത്. അപ്പോൾ അപ്പുറത്തോട്ടൊക്കെയുള്ള വൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പിയൊക്കെ കഴുകി റെഡിയാക്കുവാണ് ബിജു. വൈന് നമ്മുടെ അച്ചാച്ചി ഉണ്ടാക്കിയ വൈനാണേ. അപ്പം അത് ഇനി കൊണ്ടുവന്നിട്ട് നമ്മളത് കുപ്പിയിലൊക്കെ ആക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇനി എനിക്ക് അന്നയ്ക്കും ആനിക്കും ഒരു ക്രിസ്മസിൻ്റെ ഡ്രസ്സ് ചെയ്യണമെന്നുണ്ട്. ഒരു ഡ്രസ്സ് അതിപ്പോൾ സ്ഥിരം സംഭവിക്കാറുള്ളതാണ്. നാട്ടുകാരുടെ മക്കൾക്കൊക്കെ ഞാൻ ഡ്രസ്സ് തയ്ച്ചാലും എൻ്റെ പിള്ളേർക്ക് ഒരു ആഘോഷ സമയം ആകുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം കുറച്ച് വർക്ക് തീർക്കാനുണ്ടായിരുന്നു. അത് കൂടാണ്ട് നമ്മുടെ ബിഗിനർ സ്റ്റിച്ചിങ് കോഴ്സിനുള്ള കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അത് ഒത്തിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോസ് എടുക്കാൻ. അപ്പോൾ അതാണ് ഇവിടെ റിംഗ് ലൈറ്റും എല്ലാം ഇരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഒരു പകുതിയോളം എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ എഡിറ്റിംഗ് ഉണ്ട്, ബാക്കി വീഡിയോസ് എടുക്കാനുണ്ട്. അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഈ ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് പോകുമെന്ന് തോന്നുന്നു. ജാനുവരി 6-ാം തീയതിയാണ് ബിഗിനർ സ്റ്റിച്ചിങ് കോഴ്സ് ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ വൈകിട്ട് ഞാൻ ഡ്രസ്സ് തയ്ക്കാനായിട്ടിരുന്നെങ്കിലും ഡ്രസ്സ് തയ്യലൊന്നും നടന്നില്ല. അതിനിടയ്ക്ക് പല വിളികൾ അവിടെയും ഇവിടെയൊക്കെ പോയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ
ഓടി നടക്കുമായിരുന്നുകൊണ്ട് വൈകിട്ട് ഒരു 5:30-6 മണിയായപ്പോൾ ഡ്രസ്സ് തയ്യലൊക്കെ അവിടെ നിർത്തിയേച്ച് ഞാൻ വന്ന് കേക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. കേക്ക് പാക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇനി ഒത്തിരി ഇരുട്ടായിപ്പോവും. അതുകൊണ്ടൊരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ പതുക്കനെ കേക്കെല്ലാം പാക്ക് ചെയ്ത് വൈനെല്ലാം കുപ്പിയിലാക്കി ബിജുവും പിള്ളേരും ഒക്കെ റെഡിയായി പോകാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് അന്നയ്ക്ക് ഇന്നൊരു പ്രോജക്റ്റ് സബ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്നേരം അന്ന ഇങ്ങനെ പ്രാഞ്ചി നടന്നുകൊണ്ട് പ്രോജക്റ്റ് സബ്മിഷൻ പകുതി വഴി എത്തിയതേ ഉള്ളൂ. അവൾ അതിന് പോകും, ഇടയ്ക്ക് ഇതിൻ്റെ ബഹളത്തിൻ്റെ ഇടയിലോട്ട് വരും. അപ്പോൾ പെട്ടെന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു, ഇനി അധികം സമയമില്ല, പെട്ടെന്ന് അയക്കിയെന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അയക്കണം. അതുകൊണ്ട് പിന്നെ നമ്മൾ അന്നയുടെ ആ വീഡിയോയുടെ പുറകെ പോയി വീഡിയോ കുറച്ച് നേരം എടുത്തു, അത് എഡിറ്റ് ചെയ്തു, പിന്നെ അത് ടീച്ചറിന് അയച്ചു കൊടുത്തു. അതിന് ശേഷമാണ് ഇവർ കേക്കും കൊണ്ട് പോയത്. അപ്പം ഒത്തിരിയും ലേറ്റായി. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. അപ്പോൾ ഇവർ പോയിട്ട് ഇരുന്ന് ബാക്കി ഡ്രസ്സ് തയ്ച്ച് തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നിട്ട് നടന്നില്ല. കാരണം അന്നയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് 2 മിനിറ്റേ ഉള്ളൂ, എങ്കിലും എൻ്റെ ഒരു അരമണിക്കൂറോളം അത് പോയി. അപ്പോൾ ഞാൻ പകുതി വഴി എന്നുവെച്ചാൽ ചെറിയ ഒരു A-ലൈൻ ഫ്രോക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെ എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇതൊന്നും ക്ലീൻ ചെയ്യാനൊന്നും നടന്നില്ല. ഇപ്പോൾ സമയം 6:45. അപ്പം അവർ 1ഉം 2ഉം ഒക്കെ ആയിട്ട് കേക്ക് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ തയ്ക്കാനിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവർ പിന്നെ അടുത്ത് മറ്റേ പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിക്കാനായിട്ട് പോയി. അത് ശരിക്കും പറഞ്ഞാൽ ബിജു മാത്രമേ കത്തിക്കത്തുള്ളൂ, നമ്മൾ ജസ്റ്റ് കാഴ്ചക്കാരാണ്. അപ്പോൾ എനിക്കിതിലെന്തോ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം എനിക്കിത് പേടിയാണ്, പൊട്ടിത്തെറിക്കുമ്പം നമ്മുടെ മേത്തോട്ട് വീഴുകയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. അത് ഒത്തിരി ദൂരം മാറിയില്ല ഞാൻ കാണുന്നത്. പിള്ളേരാണേലും അതേ കമ്പിത്തിരി പോലും കത്തിക്കാനായിട്ട് ചെല്ലത്തില്ല. എന്തായാലും ഇതിൻ്റെ അവസാനം അന്നക്കുട്ടി ഒരു കമ്പിൻ്റെ അറ്റത്ത്, പണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ വാഴക്കമ്പിൻ്റെ ഒക്കെ അറ്റത്ത് കമ്പിത്തിരിയൊക്കെ കുത്തിയിട്ട് കത്തിക്കുമായിരുന്നു. ഇപ്പം അതുപോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവം ഇത്. അന്ന എന്തായാലും അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വലിയ കമ്പിയുടെ അറ്റത്ത് കമ്പിത്തിരിയൊക്കെ കത്തിക്കാനൊക്കെ ഒരു ധൈര്യമൊക്കെ കാണിച്ചു അന്നക്കുട്ടി. എന്നിട്ടും അടുത്തിട്ടില്ല. എനിക്കിത് എന്തായാലും ഒത്തിരി പേടിയുള്ള സംഭവം. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു 9-9:30 വരെ നമ്മൾ ഒത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ദീപാവലിക്ക് വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അത് ബാക്കി വെച്ചിരുന്ന ക്രിസ്മസിന് കത്തിക്കാനായിട്ട്. എന്തായാലും പടക്കമൊന്നുമില്ല, നമുക്കിതുപോലെ പൂത്തിരി, കമ്പിത്തിരി, ചക്രം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അത് ബിജു തന്നെ ചെയ്യും, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്? ആനി പോയി, ആനയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവരുടെ ഫ്രോക്ക് അങ്ങ് തയ്ച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഫ്രോക്ക് ഒരുവിധം റെഡിയായി. കാരണം A-ലൈൻ ഫ്രോക്കായിരുന്നു, ജസ്റ്റ് സിബ് വയ്ക്കുന്നൊരു പാട് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് വേറെ വർക്കോ ഒന്നുമില്ല. ഇവിടെ എനിക്ക് ഡിസൈനൊക്കെ തന്നെയായിരുന്നു. ക്രിസ്മസ് ട്രീ നെഞ്ചത്ത് വേണം, എംബ്രോയ്ഡറി പോയിട്ട് നേരെ ചൊവ്വേ ഉള്ളൊരു ഡ്രസ്സ് പോലും എനിക്ക് തയ്ക്കാനായിട്ട് ഒത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് ഇടാം. ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് കൈയുള്ള ഡ്രസ്സ് തന്നെ വേണം, കൈയില്ലാത്ത ഡ്രസ്സ് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേപോലെ ഡ്രസ്സൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് നാളെ ക്രിസ്മസിൻ്റെ അന്ന് ഇടാം. അപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും അന്നയും ആനയും ബിജു എല്ലാം ഫുഡ് കഴിച്ചു. പിന്നെ ഞാനും വൈകിട്ടത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മുടെ എന്താണ് കട്ട്ലറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഈ നമ്മുടെ പ്രീതി സോഡിയാക്ക് ആ ഒരു മിക്സിയാണ് എൻ്റെ കയ്യിലുള്ള. അപ്പോൾ അതിൽ നമുക്ക് ഫുഡ് പ്രോസസ്സറിൻ്റെ ജാറുണ്ട്, അപ്പോൾ അതിലിട്ടാണ് നമ്മൾ കേക്കല്ല കട്ട്ലറ്റിനുള്ള ഇറച്ചി പൊടിച്ചത്. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് നമ്മുടെ സാധാ മിക്സിയുടെ ജാറിലിട്ടാൽ 1-2 തവണ സെറ്റായിട്ടൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തിൽ കൂടുതലായി കേട്ടോ. നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇതിൽ ജ്യൂസറൊന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, അതൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പം എന്തായാലും നല്ലൊരു സംഭവമാണ്. ഇതിൽ തന്നെയാണ് ഞാൻ മുളക്, മല്ലി, വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക്, മല്ലി, മഞ്ഞൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ പൊടിക്കുന്ന ഇതിൽ തന്നെയാണ്. നമ്മളൊന്നും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല. തീരെ ഗതികേട് വരുവാന്നേ മാത്രമേ ഉള്ളൂ മുളക് പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം ഒരുവിധം എല്ലാ സാധനവും വീട്ടിൽ തന്നെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും, എനിക്ക് വേണ്ട രീതിയിൽ. പക്ഷേ ഞാൻ പൊടിക്കുന്നത് അമ്മച്ചിക്ക് അത്ര ഇഷ്ടമില്ല. അമ്മച്ചിക്ക് മില്ലി കൊടുത്ത് പൊടിക്കുന്നത് തന്നെ ഇഷ്ടം. അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് മറ്റേ ഇറച്ചി പൊടിച്ചതും കിഴങ്ങ് പൊടിച്ചതും കൂടെ, കിഴങ്ങ് പൊടിക്കുമല്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചു. ഇപ്പോൾ സമയം ഏതാണ്ട് 10-10:30 ആയേ. അപ്പോൾ കട്ട്ലറ്റ് പെട്ടെന്ന് തന്നെ ഷേപ്പാക്കി വെച്ചിട്ട്, പിന്നെ ഷേപ്പാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് മിക്സിൻ്റെയും കൂടെ ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു. സാധാരണ ഇത് ഷേപ്പാക്കി വെച്ചിട്ട് മുട്ടയിൽ മുക്കി പിന്നെ റൊട്ടിപ്പൊടി മുക്കി എടുക്കുക ചെയ്യുന്നത്. ഞാനതിന് പകരം ഈ മിക്സിനകത്തോട്ട് തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ആണ് ഷേപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് പിന്നെ റൊട്ടിപ്പൊടിയിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് മാറ്റത്തേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, 11 10:45 കഴിഞ്ഞപ്പോഴത്തേക്കും അത് റെഡിയായി. പിന്നെ ഇനി അടുക്കള ക്ലീൻ ചെയ്യണമല്ലോ. ഇനി നാളെ നമുക്ക് പരിപാടികളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അടുക്കള ക്ലീൻ ആയിരിക്കുകയാണെങ്കിൽ വേഗം കാര്യങ്ങൾ നടക്കും. സോ നമ്മുടെ കട്ട്ലറ്റിൻ്റെ പരിപാടി കഴിഞ്ഞപ്പം പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ആക്കലായിരുന്നു ജോലി. അതെല്ലാം കഴിഞ്ഞൊരു 11 മണി 11:15 ആയപ്പം അടുക്കളയൊക്കെ ഞാൻ ഒരുവിധം സെറ്റാക്കി. അങ്ങനെ ഭയങ്കര ക്ലീനിങ് എന്ന് പറയാൻ പറ്റില്ല. പാത്രമൊക്കെ കഴുകി ഒതുക്കി മാറ്റി വെച്ചു. അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഇട്ട് വെച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി. ഇനിയിപ്പം എനിക്കൊന്ന് മേലിടണം, പിന്നെ കിടക്കണമെന്നാണോ? അല്ല, നമുക്ക് ഇച്ചിരി വൈൻ കുടിക്കാം അല്ലേ. ഇത് അച്ചാച്ചിയുടെ വൈനാണ്. കളറൊക്കെ കണ്ടോ? അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇത് വൈൻ ഇച്ചിരി നമുക്ക് കുടിച്ചേശം കിടക്കാം, ഇച്ചിരി ഒരു ഊർജം കിട്ടട്ടെ. അപ്പം ഈ വൈൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി തെറിവിളി കേട്ടൊരു ഇതാണ്. എനിവേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ പരിപാടിയെല്ലാം ഇന്നത്തെ പരിപാടി കഴിഞ്ഞെന്ന് പറയാം. ഇനി ഞാൻ വൈനൊക്കെ കുടിച്ചിട്ട് ഇനി ഞാൻ പോയി ഈ വീഡിയോ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, 1 മണിയല്ല, ഒരു 12:30 ആകുമ്പോൾ കിടക്കും. അപ്പോൾ ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല. എല്ലാവർക്കും മെറി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.